ഇന്ത്യൻ കറൻസി അതിൻ്റെ എക്കാലത്തെയും ഏറ്റവും മൂല്യം കുറഞ്ഞ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഈ വാർത്ത നിങ്ങളിപ്പോൾ പല ഇടങ്ങളിൽ നിന്നുമായി കേൾക്കുന്നുണ്ടാകും. ഇന്ത്യൻ കറൻസി തകരുന്നു, അതുപോലെ തന്നെ ഇന്ത്യൻ കറൻസിയുടെ മൂല്യത്തിൽ വൻ ഇടിവ് മുതലായ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും സജീവമാണ്. ഇപ്പോൾ ഒരു ഡോളറിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 87.50ൻ്റെയും മുകളിൽ കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മളിൽ പലരും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് എങ്കിലും ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പലർക്കും അറിയില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും ശ്രദ്ധിച്ചും കേൾക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം അതിവേഗത്തിൽ ഇടിയുന്നത് എന്ന് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യം നാണയ ഇടപാട് നടത്തി തുടങ്ങിയ രാജ്യങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ലോകത്തിൽ തന്നെ മൂന്നാമത്തെ നാണയ വിനിമയ സംവിധാനം കൊണ്ടുവന്ന രാജ്യമാണ് ഇന്ത്യ. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടിയാണ് രൂപ എന്ന് പറയുന്ന നമ്മുടെ കറൻസി നിലവിൽ വരുന്നത്. എന്നാൽ അതിനേക്കാളും ഒരുപാട് കാലം മുമ്പ് തന്നെ ഇന്ത്യയിൽ നാണയ വിനിമയം നടത്തി വരുന്നുണ്ടായിരുന്നു. മറ്റു പല രാജ്യങ്ങളും സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ മേടിക്കുന്ന സംവിധാനത്തിൽ തന്നെ നിൽക്കുമ്പോൾ ഇന്ത്യ വളരെ മുമ്പ് തന്നെ നാണയ വിനിമയത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ രൂപ ഇന്ത്യയിൽ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും അവരുടെ കറൻസിയായി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഒമാൻ പോലുള്ള രാജ്യങ്ങൾ ഒഫീഷ്യലി നമ്മുടെ രൂപയാണ് അവരുടെ കറൻസിയായി ഉപയോഗിച്ചിരുന്നത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് രൂപ എന്ന പേരിൽ ഇന്ത്യൻ കറൻസിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. 1949 രൂപയിൽ ആദ്യമായി നോട്ട് അച്ചടിച്ച് ഇറക്കുന്നത്. 1949 ആദ്യമായി ഇന്ത്യ 1 രൂപയുടെ നോട്ടാണ് പ്രിന്റ് ചെയ്തത്. ഈ കാലത്ത് ഒരു $1 3.40 രൂപയായിരുന്നു. ആ സ്ഥാനത്താണ് ഇന്ന് $1 താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം 87.5 മുകളിൽ പോയിരിക്കുന്നത്. 1950 2, 5, 10, 100 മുതലായ നോട്ടുകൾ നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് പുറത്തിറക്കുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാം. 1954 1000, 5000, 10,000 തുടങ്ങിയ നോട്ടുകളും ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകും 5000ൻ്റെയും 10,000ൻ്റെയും ഒക്കെ നോട്ട് ഇന്ത്യൻ കറൻസിയിൽ ഉണ്ടോ എന്ന്. ശരിയാണ്, നിലവിൽ ഇല്ല. പക്ഷേ ഒരു കാലത്ത് ഇന്ത്യൻ കറൻസിയിൽ 5000വും 10,000ൻ്റെ ഒക്കെ നോട്ട് പ്രിന്റ് ചെയ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ഫോട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ നോട്ടുകൾ പിന്നീട് പിൻവലിക്കുകയാണ് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 2011 ആദ്യമായി ഇന്ത്യൻ കറൻസിക്ക് ഒരു സിംബൽ കൊണ്ടുവരുന്നത്. പക്ഷേ 2011 ആയപ്പോൾ $1 44 രൂപ എന്ന നിലയിലേക്ക് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 2011 ശേഷം പിന്നീട് വൻ ഇടിവാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഉണ്ടായത്. അങ്ങനെ 2025 ട്രംപിൻ്റെ വരവോടുകൂടി $1 87.60 മുകളിലായി മാറി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം നിർണ്ണയിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഏതൊരു വസ്തുവിൻ്റെയും വില നിർണ്ണയിക്കുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്ന 2 ഫാക്ടേഴ്സ് ആണ്. സപ്ലൈ ഒരുപാട് കൂടുമ്പോൾ വസ്തുവിൻ്റെ ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് കറൻസിയുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഒരു രാജ്യം അവരുടെ കറൻസി ഒരുപാട് പ്രിൻ്റ് അടിക്കുകയാണെങ്കിൽ ആ കറൻസിയുടെ മൂല്യം കുറയുന്നു. അതിൻ്റെ വലിയ ഉദാഹരണമാണ് സിംബാബ്വെ എന്ന് പറയുന്ന രാജ്യം. ഇവർ ഇഷ്ടംപോലെ കറൻസി പ്രിന്റ് ചെയ്തു. ശേഷം ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ, ഒരു പച്ചക്കറി മേടിക്കാൻ പോകണം എന്നുണ്ടെങ്കിൽ പോലും സഞ്ചിയിലോ അല്ലെങ്കിൽ ചാക്കിലോ പൈസയാക്കി കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. അവിടുത്തെ പണത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് അത്രത്തോളം കുറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. എക്സ്പോർട്ട് എപ്പോഴും കൂടുതലാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം കൂടുതലായിരിക്കും. കാരണം എന്താണ് എന്ന് വെച്ചാൽ,
പല രാജ്യങ്ങളിലേക്കും ഒരു രാജ്യത്ത് നിന്നും എക്സ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഈ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യങ്ങൾക്കെല്ലാം ഈ കറൻസി ആവശ്യമാണ്. അതിനാൽ തന്നെ അവർ ആ കറൻസി റിസർവ് ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ പല രാജ്യങ്ങളിലേക്കും വ്യാപാരം നടത്തുന്ന ഒരു രാജ്യമാണ് എങ്കിൽ ആ കറൻസിയുടെ മൂല്യം സ്വാഭാവികമായിട്ടും ഉയർന്നിരിക്കും. കാരണം എന്താണ് എന്ന് വെച്ചാൽ ആ രാജ്യങ്ങൾ മാത്രമല്ല മറ്റു രാജ്യങ്ങളും ഈ പറയുന്ന കറൻസികൾ റിസർവ് ആയി വെച്ചാൽ തന്നെ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഈ കറൻസി ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ആ രാജ്യങ്ങളുടെ മുമ്പിലൊക്കെ ഈ കറൻസിക്ക് എപ്പോഴും ഡിമാൻഡ് ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യത്തിൻ്റെ കറൻസി ധൈര്യമായിട്ട് റിസർവ് ചെയ്ത് വെക്കാൻ കഴിയും. ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റു പല രാജ്യങ്ങളും റിസർവ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ കറൻസിയുടെ മൂല്യം എപ്പോഴും കൂടുന്നതായിരിക്കും. ഇതാണ് അമേരിക്ക ഒക്കെ ഒരുപാട് കാലമായി ചെയ്തു വരുന്നത്. അമേരിക്കയുടെ കറൻസിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ റിസർവ് കറൻസിയായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കക്ക് ആവശ്യത്തിന് കറൻസികൾ പ്രിൻ്റ് ചെയ്യുകയും ചെയ്യാം, എന്നാൽ തന്നെ അവരുടെ കറൻസിയുടെ മൂല്യം കുറയുന്നുമില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു ഫാക്ടറുകൾ എന്തെല്ലാം ആണ് എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ GDP, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, അതുപോലെ എക്കണോമിക്കൽ സ്റ്റെബിലിറ്റി. ഇതെല്ലാമാണ് ഒരു രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോകൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.